ഹായ് ഓൾ, ഞാൻ അതുല്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂളിലെ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് യൂസർ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലുണ്ട്. അപ്പോൾ ഇതിൽ ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എന്താണെന്നും ലിനക്സ് എന്താണെന്നും ലിനക്സിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ലിനക്സ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ. വേറെ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത്? വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ, മാക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിനക്സ് കേർണലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ എന്താണ് കേർണൽ എന്ന് പറയുന്ന ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലിനക്സ് കേർണൽ എന്ന് പറയുന്നത്. എന്താണ് ലിനക്സ് കേർണൽ എന്ന് പറഞ്ഞാൽ? ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് അതിൻ്റെ കേർണൽ എന്ന് പറയുന്ന പാർട്ട്. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്താലും അതിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് കേർണൽ എന്ന് പറയുന്ന പാർട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തരുന്നത് ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ. അതായത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉള്ള ബ്രിഡ്ജ് ആയിട്ടാണ് കേർണൽ എന്ന് പറയുന്ന സിസ്റ്റം. അതായത് നമുക്കൊരു ഹാർഡ്വെയർ ഡിവൈസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേർണലിൽ കമാൻഡ് പോയി കഴിഞ്ഞാൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ ഒരു കണക്ഷൻ ഇൻ ബിറ്റ്വീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേർണൽ എന്താണ്? കേർണൽ ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ദ കോർ ഇന്റർഫേസ് that serves as the bridge between the hardware of a computer system and the software running on it. Okay, ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഉള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് കേർണൽ എന്ന് പറയുന്നത്. അതൊരു കോർ കമ്പോണന്റ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ. ഇവിടെ നോക്കൂ, ഇതിൽ ചിത്രം കാണുന്നുണ്ടല്ലോ. ഇതാണ് ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് അതിന്റെ കേർണൽ പാർട്ട് എന്ന് പറയുന്നത്. കേർണലിനും ഷെല്ലിനും ശേഷമാണ് ആര് വരുന്നത്? ആപ്ലിക്കേഷൻ വരുന്നത്. കേർണൽ ഷെൽ ത്രൂ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോഴാണ് ഈ ആപ്ലിക്കേഷനും ഈ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ റൺ ആവുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ലിനക്സ് എന്ന് പറയുന്നത് ഒരു കേർണൽ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് നമ്മുടെ ലിനക്സ് ഇൻസ്റ്റാളേഷന്റെ മെയിൻ റിക്വയർമെന്റ് എന്ന് നോക്കാം. അതായത് സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ വിൻഡോസോ അല്ലെങ്കിൽ മാക്കിലോ ഉള്ള സിസ്റ്റത്തിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡ്യുവൽ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഉള്ള സ്പേസ് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. വിൻഡോസിനൊരു സ്പേസ്, ലിനക്സിനൊരു സ്പേസ് എന്നുള്ള രീതിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വിൻഡോസിലും അതുപോലെ തന്നെ മാക്കിലും നമുക്ക് ലിനക്സ് കയറ്റാം. ഹാർഡ് ഡ്രൈവ് വേണം, നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് മിനിമം 20 GB ഉള്ള ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് വേണം. 2 GB മിനിമം 2 GB ഉള്ള റാം നമുക്ക് വേണം. അതുപോലെ തന്നെ 64 ബിറ്റ് പ്രോസസ്സർ, അതായത് 1 GHz സ്പീഡ് വരുന്ന ക്ലോക്ക് സ്പീഡ് വരുന്ന മിനിമം 64 ബിറ്റ് പ്രോസസ്സറും നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയാണ് മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷന്റെ മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ലിനക്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് അല്ലേ. സ്കൂളുകളിൽ അടക്കം നമ്മൾ ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ ചെറുപ്പത്തിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് പോലുള്ള സിസ്റ്റംസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ലിനക്സിൻ്റെ എന്തൊക്കെയാണ് ലിനക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പാക്കേജ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും അതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ അതിൻ്റെ പ്രോസസ്സ് കസ്റ്റമൈസിൻ്റെ പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു പാക്കേജ് മാനേജ്മെന്റ് ആയിരിക്കാം. ഇവിടെ നമ്മൾ പല ടൈപ്പ് ഓഫ് ലിനക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ DBN അതുപോലെ തന്നെ ഉബുണ്ടുവിലൊക്കെ യൂസ് ചെയ്യുന്നത് APT എന്ന് പറയുന്ന പാക്കേജ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഫെഡോറ, സെൻഡോഎസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് EM അല്ലെങ്കിൽ DNF. നോട്ട് ചെയ്തോളാം. APT എന്ന് പറയുന്നത് എവിടെ യൂസ് ചെയ്യുന്നതാണ്? DBN അല്ലെങ്കിൽ ഉബുണ്ടുവിൽ യൂസ് ചെയ്യുന്ന പാക്കേജ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഫെഡോറയിലും സെൻഡോഎസിലും യൂസ് ചെയ്യുന്ന പാക്കേജ് ആണ് EM or DNF. EM or DNF. EM എന്ന് പറഞ്ഞാൽ YUM or DNF. അതുപോലെ തന്നെ ആർച്ച് ലിനക്സിൽ യൂസ് ചെയ്യുന്നതാണ് പാക്മാൻ. ഈ മൂന്നും ഓർത്ത് വെച്ചോളാം. ഏതൊക്കെയാണ്? APT,
MRDNF Bachmann. Okay. Then സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററീസ്, ഒരുപാട് റെപ്പോസിറ്ററീസ് അവൈലബിൾ ആണ് ലിനക്സിൽ. അതായത് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലൈബ്രറി പോലെ ഒരുപാട് സോഫ്റ്റ്വെയർ ഈ ഒരു റെപ്പോസിറ്ററിയിൽ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്നും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ദെൻ യൂസർ ആക്സസ് കൺട്രോൾ, നമുക്ക് എത്ര ലോഗിൻ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ഏത് ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. യൂസർ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് വലിയൊരു പാർട്ടാണ്, അത് നമുക്ക് ഇനി എടുക്കാനുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അത് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഷെൽ ആൻഡ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്, നമുക്കറിയാം എന്താണ് ലിനക്സ്. അതായത് നമുക്കറിയാം ലിനക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് പോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലും വെറുതെ നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് കൊണ്ട് കാര്യം സാധിക്കില്ല. നമ്മളെപ്പോഴും പവർ ഷെൽ വഴി നമ്മൾ എന്ത് ചെയ്യണം, കമാൻഡുകൾ കൊടുത്തിട്ടായിരിക്കും ലിനക്സിലുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരിക അല്ലേ. നമുക്കതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. വിൻഡോസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലിനക്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ ഉബുണ്ടു ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. കാരണം എന്താണ്, അവിടെ കമാൻഡുകൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ഓരോരോ കമാൻഡുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ കമാൻഡുകൾ വരുന്ന സമയത്ത് അവിടെ കമാൻഡുകളുടെ ഇമ്പോർട്ടൻസ് കൂടാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഷെൽ എന്ന് പറയുന്നത് ബാഷ് എന്ന് പറയുന്ന ഷെല്ലാണ്. ഇതാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാഷ്. അപ്പൊ കോമൺ ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ, ലിനക്സിലെ കോമൺ ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണ എന്താണത്, ബാഷ് ആണ്. ഓക്കെ, പിന്നെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GUI ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലിനക്സിൽ അടിപൊളി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്, നമുക്ക് കാണാനും അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്തും എന്താ പറയാ, MS വേർഡ് ആയിക്കോട്ടെ ഷീറ്റ് ആയിക്കോട്ടെ ഏതെടുക്കുന്ന സമയത്തും കുറച്ച് നല്ലൊരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് ലിനക്സ് തരുന്നത്. അതുപോലെ തന്നെ ഫയൽ സിസ്റ്റം ഹൈറാർക്കി, ഓരോ ഫോൾഡറിൽ അത് നമുക്ക് എങ്ങനെ എടുക്കാം, ഈ രീതിയിലുള്ള ഫയൽ സിസ്റ്റം ഹൈറാർക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട്, നല്ല സപ്പോർട്ട്, അതായത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ലിനക്സിന്റെ കമ്മ്യൂണിറ്റി പോയിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരുപാട് ലിനക്സിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പല വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ചില വേരിയൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ലിനക്സിന്റെ ഒരു വേരിയന്റ് ആണ് ഇത്, ഉബുണ്ടു എന്ന് പറയുന്നത് അല്ലേ. ഉബുണ്ടു എന്ന് പറയുന്നത് നമ്മളെ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് യൂസേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ലിനക്സിന്റെ ബേസിൽ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, ഉബുണ്ടു എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ലിനക്സ് മിന്റ്. ലിനക്സ് മിന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു യൂസ്, പോപ്പുലർ അമംഗ് ദോസ് ട്രാൻസിഷനിങ് ഫ്രം വിൻഡോസ്. അതായത് വിൻഡോസിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. ദെൻ ഡിബിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് അതായത് ഉബുണ്ടു അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിബിയൻ വരുന്നത്. ഓക്കെ, ഡിബിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റെബിലിറ്റി കമ്മിറ്റ്മെന്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ബേസ് ഓഫ് അതർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. എന്താണ്, ഡിബിയൻ. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫെഡോറ എന്ന് പറയുന്നത്. ഫെഡോറ ഇസ് എ ഗുഡ് ചോയ്സ് ഫോർ ഡെവലപ്പേഴ്സ് ആൻഡ് എൻതൂസിയാസ്റ്റിക് ഹു വാണ്ട് ടു കട്ടിംഗ് എഡ്ജ് ഫീച്ചേഴ്സ്. അതായത് ഫെഡോറ എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ദെൻ പിന്നെ വരുന്നതാണ് സെന്റോസ് എന്ന് പറയുന്നത്. സെന്റോസ് എന്തിനു വേണ്ടിയിട്ടാണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് പോപ്പുലർ സ്റ്റെബിലിറ്റി ആൻഡ് സെർവർ യൂസ്, വിച്ച് ഈസ് യൂസ്ഡ് ടു പോപ്പുലർ ഫോർ ഇറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് സെർവർ യൂസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആർച്ച് ലിനക്സ് ആണ്. ആർച്ച് ലിനക്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ, ഇതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഡു ഇറ്റ് യുവർ സെൽഫ് അപ്രോച്ച് വരുന്നതാണ് എന്ത്, ആർച്ച് ലിനക്സ്. അതുപോലെ തന്നെ ഓപ്പൺ സ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതിന്റെ കൂടുതലായിട്ട് ചോദിക്കില്ല, പക്ഷെ നമുക്ക് ഇതിലേതാണ് ലിനക്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കിട്ടണം. അതുകൊണ്ട് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ലിനക്സ് ഉണ്ട്. കാലി ലിനക്സ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് പെനട്രേഷൻ ടെസ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള ഒരുപാട് ടൂളുകൾ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് എന്താണ്, എലമെന്ററി OS എന്ന് പറയുമ്പോൾ നല്ല ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ iOS അല്ലെങ്കിൽ Mac OS ഉള്ള പോലെ നല്ല അടിപൊളി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് കിട്ടുന്ന
ഒരു ടൈപ്പ് ഓഫ് OS ആണ്. വിഷ്വലി അപ്പീലിംഗ് ആൻഡ് ഈസി ടു യൂസ് ആണ് ഈ ഒരു എലമെന്ററി OSന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മഞ്ചാരോ. മഞ്ചാരോ എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ ഹാർഡ്വെയർ കോമ്പാറ്റിബിലിറ്റി കൂടുതലായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മഞ്ചാരോ. പിന്നെ വരുന്നതാണ് സോറിൻ OS. സോറിൻ OS എന്ന് പറയുന്നതും വിൻഡോസിനെ പോലെ തന്നെ ഉള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും സോറിൻ OSനുള്ളത്. പിന്നെ വരുന്നത് സ്ലാക്ക്വെയർ ആണ്. സ്ലാക്ക്വെയർ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ടൈപ്പ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വളരെ മുന്നേ കാലം മുതലേ ഉള്ളതാണ് സ്ലാക്ക്വെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴത്തെ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊരു എക്സ്പീരിയൻസ് ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് ജെൻഡു, അതുപോലെ തന്നെ പപ്പി ലിനക്സ്. പപ്പി ലിനക്സ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്മോൾ ഫുട് പ്രിന്റ് ഉള്ളതാണ് പപ്പി ലിനക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ലിനക്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഇൻസ്റ്റലേഷൻ. ലിനക്സിന് ഇൻസ്റ്റലേഷന്റെ സമയത്ത് ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഇതിന്റെ എന്താ പറയാ, ഓരോ സ്റ്റെപ്പുമാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ലിനക്സിന്റെ മെയിൻ ഇൻസ്റ്റലേഷന്റെ മുന്നേ നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് പാർട്ടീഷനിങ് ആണ്. നമുക്കറിയാം, നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡെസ്ക്ടോപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെമ്മറി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ പാർട്ടീഷൻ ചെയ്യണം. OSന് ഒരു പാർട്ടീഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ എന്താ പറയുക ഡ്രൈവുകൾക്കും നമ്മൾ പാർട്ടീഷൻ ആക്കിയിട്ട് നമ്മുടെ മെമ്മറിയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് പാർട്ടീഷനിങ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ OSും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിനിമം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പേസ് മാറ്റി വെക്കണം. ഓക്കെ. പിന്നെ വരുന്ന ബൂട്ട് ലോഡർ ഇൻസ്റ്റലേഷൻ. അതായത് ഇൻസ്റ്റലേഷന്റെ ബേസിക്കിൽ നമ്മൾ ആദ്യം തന്നെ ബൂട്ട് ലോഡർ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം പവർ ഓൺ ആക്കുന്ന സമയം നമ്മുടെ ലിനക്സ് ലോഡ് ആവുന്നതിന്റെ മുന്നേ ആദ്യം ലോഡായി വരിക ബൂട്ട് ലോഡർ ആണ്. ഈ ബൂട്ട് ലോഡർ ഓൺ ആയി വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ലിനക്സിലേക്ക് അതിന്റെ കണക്ഷൻ പോവുക. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇൻ ബിറ്റ്വീൻ നടക്കുന്ന ഈ ഒരു ബൂട്ടിങ് അല്ലെങ്കിൽ ഈ ഒരു ബൂട്ട് എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ലിനക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബൂട്ട് ലോഡർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ഈ ബൂട്ട് ലോഡറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിനക്സിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ഫയൽ സിസ്റ്റം ക്രിയേഷൻ. അതായത് ഫയൽ സിസ്റ്റം ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫയലുകളാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫയൽ സിസ്റ്റം ക്രിയേറ്ററിൽ. പാക്കേജ് മാനേജർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സിസ്റ്റത്തിനും ഓരോരോ പാക്കേജ് മാനേജർ ഉണ്ടാവും. അതായത് നമ്മുടെ ഏതൊക്കെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു പാക്കേജ് മാനേജറാണ്. പിന്നെ സിസ്റ്റം കോൺഫിഗറേഷൻ. സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആക്സസ് ചെയ്യാം, അതായത് സിസ്റ്റത്തിന്റെ ഓവറോൾ കോൺഫിഗറേഷൻ, വൈഫൈ, ബ്ലൂടൂത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം കോൺഫിഗറേഷനിൽ വരിക. നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ്. പിന്നെ ലോഗിങ് എന്ന് പറയുന്ന സമയത്ത് അവിടെ യൂസർ ക്രിയേഷൻ വരും. ആർക്കൊക്കെ എന്തൊക്കെ യൂസ് ചെയ്ത്, ഏതൊക്കെ യൂസർ നെയിം പാസ്വേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യാൻ പറ്റേണ്ടത്, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ലോഗിന്റെ സ്റ്റെപ്പിൽ പഠിക്കുക. അപ്പൊ ഇത്രയും ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് നമ്മളൊരു ലിനക്സിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്